നിങ്ങൾ ദിവസം മുഴുവൻ തിരക്കിലാണ്. എല്ലാവർക്കും തോന്നുന്നത് നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു എന്നാണ്. പക്ഷേ ഒരു വർഷം കൂടി കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് മാറിയത്? സത്യമായി പറയൂ, നിങ്ങൾ മുന്നേറുകയാണോ അല്ലെങ്കിൽ വെറുതെ തിരക്കിലാണോ? ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളെ അസ്വസ്ഥമാക്കും. സങ്കൽപ്പിക്കുക, നിങ്ങളൊരു കാർ ഓടിക്കുകയാണ്. എഞ്ചിൻ ഗർജിക്കുന്നുണ്ട്, ടയറുകൾ കറങ്ങുന്നുണ്ട്, പുറത്തേക്ക് പുക ഉയരുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നിങ്ങൾ അതിവേഗത്തിൽ യാത്ര ചെയ്യുകയാണെന്ന് തോന്നും. പക്ഷേ സത്യം മറ്റൊന്നാണ്. നിങ്ങളുടെ കാർ വലിയൊരു സ്റ്റാൻഡിന് മുകളിലാണ്. നിങ്ങൾ ഒരിഞ്ച് പോലും മുന്നോട്ട് നീങ്ങുന്നില്ല, വെറുതെ ഇന്ധനം കത്തിച്ചു കളയുകയാണ്. നമ്മുടെ ജീവിതവും ഇന്ന് ഇതുപോലെയാണ്. രാവിലെ അലാറം മുഴങ്ങുന്നത് മുതൽ രാത്രി തളർന്നുറങ്ങുന്നത് വരെ നമ്മൾ ഓടുകയാണ്. തിരക്ക്, തിരക്ക്, വല്ലാത്ത തിരക്ക്. പക്ഷേ ഈ തിരക്കിനിടയിൽ ശാന്തമായി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഓട്ടം നിങ്ങളെ എവിടെയെങ്കിലും എത്തിക്കുന്നുണ്ടോ? അതോ വെറുമൊരു ട്രെഡ്മില്ലിൽ ഓടുന്നത് പോലെ കഠിനമായി പരിശ്രമിക്കുമ്പോഴും നിങ്ങൾ ഒരേ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണോ? ആധുനിക ജീവിതം നമ്മെ പലപ്പോഴും ഒരു മിഥ്യാധാരണയിൽ തളച്ചിടുന്നു. തിരക്ക് എന്നാൽ പുരോഗതിയാണെന്ന ധാരണ. ആക്ടിവിറ്റിയും പ്രോഗ്രസും തമ്മിലുള്ള ആ വലിയ വ്യത്യാസത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഭൗതിക ശാസ്ത്രത്തിൽ ഒരു വസ്തുവിനെ ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റുമ്പോഴാണ് പ്രവൃത്തി നടന്നു എന്ന് പറയുന്നത്. നിങ്ങളൊരു വലിയ കല്ല് ചുമന്ന് ഒരു ദിവസം മുഴുവൻ ഒരേ സ്ഥലത്ത് തന്നെ നിന്നാൽ നിങ്ങൾ ഒരുപാട് ഊർജം ചെലവാക്കി എന്ന് പറയാം. പക്ഷേ ഫലത്തിൽ നിങ്ങൾ ഒരിഞ്ച് പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. നമ്മുടെ ദിവസങ്ങളും പലപ്പോഴും ഇതുപോലെയാണ്. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ആക്ടിവിറ്റി മാത്രമാണ്, അതായത് സമയത്തെ പൂരിപ്പിക്കുന്ന ജോലികൾ. എന്നാൽ പ്രോഗ്രസ് എന്നത് നിങ്ങളെ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ദിവസം നിങ്ങൾ 100 സന്ദേശങ്ങൾക്ക് മറുപടി നൽകിയേക്കാം, 10 മീറ്റിങ്ങുകളിൽ പങ്കെടുത്തേക്കാം. പക്ഷേ ഈ 100 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ടോ? തിരക്ക് നമ്മെ ഒരു വിചിത്രമായ സംതൃപ്തിയിൽ തളച്ചിടുന്നു. ഞാൻ വെറുതെ അല്ല, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന തോന്നൽ നമ്മെ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാം. നാം സ്വയം ഒരു കവചം തീർക്കുകയാണ്, തിരക്ക് എന്ന കവചം. ഇത് നമ്മുടെ ഉള്ളിലെ ശൂന്യതയെയും ദിശയില്ലായ്മയെയും താൽക്കാലികമായി മറച്ചുവെക്കുന്നു. യഥാർത്ഥത്തിൽ പുരോഗതി എന്നത് എത്രമാത്രം വിയർക്കുന്നു എന്നതല്ല, മറിച്ച് ഓരോ ചുവടും ശരിയായ ദിശയിലാണോ എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകം നമ്മെ ഒരു റിയാക്റ്റീവ് ശൈലിയിലേക്ക് അറിയാതെ നയിക്കുന്നു. ലോകം നമ്മളോട് എന്താവശ്യപ്പെടുന്നുവോ അതിന് പ്രതികരണം നൽകാനാണ് നമ്മുടെ സമയം അധികവും ചെലവാക്കുന്നത്. മറ്റൊരാൾ അയച്ച ഇമെയിൽ, പെട്ടെന്ന് വന്നൊരു ഫോൺ കോൾ, സോഷ്യൽ മീഡിയയിലെ ഒരു നോട്ടിഫിക്കേഷൻ, ഇതിനെല്ലാം ഉടൻ മറുപടി നൽകാൻ നാം നിർബന്ധിതരാകുന്നു. ഇങ്ങനെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി നാം നമ്മുടെ സമയം വിഭജിച്ച് നൽകുമ്പോൾ നമുക്കായി നാം കരുതിവെച്ച സമയം ഇല്ലാതാകുന്നു. ഒരു ഇന്റൻഷണലായ ജീവിതം എന്നാൽ ലോകം നിങ്ങളെ നയിക്കുന്നതിന് പകരം നിങ്ങൾ ബോധപൂർവം തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. രാവിലെ ഉണരുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ സന്ദേശങ്ങളിലേക്ക് കണ്ണു തുറക്കുന്നവർ സ്വന്തം ദിവസത്തിന്റെ നിയന്ത്രണം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നു. ഈ റിയാക്റ്റീവ് ശൈലി നിങ്ങളെ എപ്പോഴും തിരക്കിലാക്കി നിർത്തും. പക്ഷെ ഒരിക്കലും സമാധാനമോ യഥാർത്ഥ വളർച്ചയോ നൽകണമെന്നില്ല. തിരക്കൊരു പുകമറ പോലെയാണ്. അത് നമുക്ക് ചുറ്റും നിറയുമ്പോൾ മുന്നിലുള്ള ദിശ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നു. പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മൾ ഒഴുക്കിനൊപ്പം നീങ്ങുകയാണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നാം ഒഴുക്കിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. പണമില്ലാത്ത അവസ്ഥയെ നാം ദാരിദ്ര്യം എന്ന് വിളിക്കുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സമയത്തിന്റെ ദാരിദ്ര്യം, ടൈം പോവർട്ടിയാണ്. കയ്യിൽ പണമുണ്ടെങ്കിലും അത് ആസ്വദിക്കാനോ പ്രിയപ്പെട്ടവരോടൊപ്പം ചെലവഴിക്കാനോ സ്വന്തം മാനസിക വളർച്ചയ്ക്കായി ഉപയോഗിക്കാനോ സമയമില്ലാത്ത അവസ്ഥ. വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നത് പലപ്പോഴും വിജയത്തിന്റെ അടയാളമായി നമ്മുടെ സമൂഹം വാഴ്ത്തുന്നു. എന്നാൽ ദീർഘകാലത്തിൽ അത് ബേൺ ഔട്ട് എന്ന വലിയ തളർച്ചയിലേക്ക് നമ്മെ നയിച്ചേക്കാം. സമയം കിട്ടുന്നില്ല എന്നത് ഇന്നൊരു പരാതിയല്ല, മറിച്ച് ഒരു സ്റ്റാറ്റസ് സിമ്പിളായി മാറിയിട്ടുണ്ട്. സമയമില്ലാത്ത മനുഷ്യൻ ചിന്തിക്കാൻ മറന്നുപോകുന്നു. ചിന്തിക്കാത്ത മനുഷ്യന് ജീവിതത്തിൽ വ്യക്തത ലഭിക്കില്ല. വ്യക്തതയില്ലാത്ത ഇടങ്ങളിൽ വളർച്ച മുരടിക്കുന്നു. ഏറ്റവും മികച്ച ആശയങ്ങളും വലിയ തീരുമാനങ്ങളും ഉണ്ടാകുന്നത് തിരക്കിനിടയിലല്ല, മറിച്ച് ശാന്തമായ ഇടവേളകളിലാണ്. ശാന്തത എന്നത് ഒരു ആഡംബരമല്ല, അതൊരു അത്യാവശ്യമാണ്. ദിശയില്ലാത്ത യാത്ര ഒരിക്കലും മുന്നേറ്റമാകില്ല. ആ പടയോട്ടത്തിനിടയിൽ എന്തിനാണ് നാം ഓടുന്നത് എന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട്.
നമ്മൾ ഓടിത്തീർക്കുന്നത് ദൂരമല്ല, മറിച്ച് നമ്മുടെ ആയുസ്സാണ്. എന്തുകൊണ്ടാണ് നമ്മളെ എപ്പോഴും തിരക്ക് ആഗ്രഹിക്കുന്നത്? ഇതിന് പിന്നിൽ ഒരു മനഃശാസ്ത്രപരമായ കാരണമുണ്ട്. ഓരോ ചെറിയ ജോലികൾ പൂർത്തിയാക്കുമ്പോഴും, ഉദാഹരണത്തിന് ഒരു ടാസ്ക് ലിസ്റ്റിൽ ടിക്ക് മാർക്ക് ഇടുന്നത്, നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ചെറിയ നേട്ടങ്ങൾ നമുക്ക് താൽക്കാലികമായൊരു സുഖം നൽകുന്നു. അതുകൊണ്ട് ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന പ്രോജക്റ്റുകളേക്കാൾ നാം ഇത്തരം ചെറിയ കാര്യങ്ങളിൽ തിരക്കായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. കൂടാതെ വളരെ തിരക്കിലാണെന്ന് പറയുന്നത് ഒരു അഭിമാനമായി നമ്മുടെ സംസ്കാരം കരുതാറുണ്ട്. വിശ്രമിക്കുന്നവനെ ചിലപ്പോൾ മടിയനായി സമൂഹം കണ്ടേക്കാം. ഭാരമേറിയ ജോലി ചെയ്യുന്നവനെയാണ് നാം പലപ്പോഴും വിജയിയായി കണക്കാക്കുന്നത്. പക്ഷേ യഥാർത്ഥ വിജയികൾ എല്ലായ്പ്പോഴും തിരക്കുള്ളവരാണ്. അവർ തിരഞ്ഞെടുത്ത കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ്. ചിലപ്പോൾ തിരക്ക് എന്നത് നിയന്ത്രണമില്ലായ്മയുടെ സൂചനയായിരിക്കാം. നമ്മുടെ സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നതിൽ നമുക്ക് വ്യക്തത ഇല്ലാതാകുമ്പോഴാണ് നാം അനാവശ്യ കാര്യങ്ങളിൽ പെട്ടുപോകുന്നത്. തിരക്കിനെ ഒരു സ്റ്റാറ്റസ് സിംബലായി കാണുന്ന സമീപനത്തെ നമുക്ക് വീണ്ടും വിലയിരുത്തേണ്ട സമയമായിരിക്കാം. ശൂന്യമായ ഒരു കലണ്ടർ ചിലപ്പോൾ വിജയകരമായ ഒരു ജീവിതത്തിന്റെ അടയാളമാകാം. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നവർ ഷാലോ വർക്കിനേക്കാൾ കൂടുതൽ ഡീപ്പ് വർക്കിന് പ്രാധാന്യം നൽകുന്നു. ശ്രദ്ധ ചിതറാതെ പൂർണ്ണമായ ഏകാഗ്രതയോടെ ഒരു ഗൗരവമായ വിഷയത്തിൽ മുഴുകുന്നതാണ് ഡീപ്പ് വർക്ക്. ഇത് തിരക്ക് സൃഷ്ടിക്കില്ല, മറിച്ച് അത്ഭുതകരമായ ഫലങ്ങൾ സൃഷ്ടിക്കും. ഇന്നത്തെ ഡിജിറ്റൽ ലോകം നമ്മുടെ ശ്രദ്ധയെ തുണ്ടം തുണ്ടമായി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 മണിക്കൂർ നേരം പല കാര്യങ്ങൾക്കായി ഓടി നടക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് 2 മണിക്കൂർ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഫോൺ മാറ്റിവെച്ച്, ലോകവുമായി ബന്ധം വിച്ഛേദിച്ച് 1 മണിക്കൂർ നിങ്ങൾ ചെയ്യുന്ന ജോലി തിരക്കുള്ള 8 മണിക്കൂർ ജോലിയേക്കാൾ ഫലപ്രദമായിരിക്കും. നമുക്ക് വേണ്ടത് കൂടുതൽ സമയമല്ല, മറിച്ച് കൂടുതൽ ശ്രദ്ധയാണ്. വേഗതയേക്കാൾ പ്രധാനം ദിശയാണ്. തെറ്റായ ദിശയിൽ അതിവേഗത്തിൽ ഓടുന്നവൻ ലക്ഷ്യത്തിൽ നിന്ന് കൂടുതൽ അകലേക്ക് പോയിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തുന്നതും ശാന്തമായിരിക്കുന്നതും ഒട്ടും തെറ്റായ കാര്യമല്ല. അത് നിങ്ങളെ വീണ്ടും പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കും. ഒരു അമ്പ് എയ്യുന്നതിന് മുൻപ് വില്ല് പിന്നിലേക്ക് വലിക്കുന്നത് പോലെയാണ് ഈ വിശ്രമവേളകൾ. നമ്മെ തിരക്കിലേക്ക് തള്ളിയിരുന്ന മറ്റൊരു പ്രധാന ഘടകം ഒറ്റപ്പെട്ടു പോകുമോ എന്ന പേടിയാണ്. ഇതിനെ നാം FOMO, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് വിളിക്കുന്നു. മറ്റെല്ലാവരും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാവരും തിരക്കിലാണ്, ഞാൻ മാത്രം ഒന്നും ചെയ്യാതെ ഇരുന്നാൽ ലോകം എന്നെ പിന്നിലാക്കി മുന്നോട്ടു പോകുമോ എന്ന ഭയം നമ്മെ അനാവശ്യ കാര്യങ്ങളിൽ വ്യാപൃതരാക്കുന്നു. സോഷ്യൽ മീഡിയയിലെ മറ്റുള്ളവരുടെ തിളങ്ങുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ സാധാരണ ജീവിതം മടുപ്പുള്ളതായി നമുക്ക് തോന്നാം. നമ്മുടെ സമൂഹം പലപ്പോഴും വിശ്രമത്തെ ഒരു ദൗർബല്യമായി കാണുന്നു. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് സമയത്തിന്റെ പാഴാക്കലാണെന്ന് നാം കരുതുന്നു. എന്നാൽ മണ്ണ് ഫലഭൂഷ്ടമായി തുടരാൻ അതിടയ്ക്കൊക്കെ തരിശായി ഇടേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. ക്രിയേറ്റീവായ ചിന്തകൾ ജനിക്കുന്നത് തിരക്കേറിയ ട്രാഫിക്കിലല്ല, മറിച്ച് ശാന്തമായ മനസ്സിന്റെ നിശബ്ദതയിലാണ്. തിരക്കിലായിരിക്കുക എന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. അത് പലപ്പോഴും നമ്മുടെ ആന്തരിക അശാന്തിയെ മറച്ചുപിടിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ശാന്തമായിരിക്കുക എന്നത് വലിയൊരു ധീരതയാണ്. ലോകം നിങ്ങളോട് ഓടാൻ ആവശ്യപ്പെടുമ്പോഴും സ്വന്തം താളത്തിൽ നടക്കാൻ തീരുമാനിക്കുന്നത് ഒരു കലയാണ്. തിരക്ക് കുറയ്ക്കാനുള്ള മറ്റൊരു വഴി നമ്മുടെ ജീവിതത്തിലെ അനാവശ്യ കാര്യങ്ങളെ ഒഴിവാക്കുക എന്നതാണ്. ഇതിനെ എസെൻഷ്യലിസം എന്ന് വിളിക്കാം. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ മാത്രമല്ല, നമ്മുടെ തലച്ചോറിലെ ചിന്തകളും പൂരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ അവസരങ്ങളോടും അതെ എന്ന് പറയുന്നത് നമ്മെ തളർത്തും. ചില കാര്യങ്ങളോട് നോ എന്ന് പറയാൻ പഠിക്കുന്നത് നിങ്ങളുടെ സമയത്തെയും ഊർജത്തെയും സംരക്ഷിക്കും. ഒരു സിംഹം വേട്ടയാടാൻ ഇറങ്ങുമ്പോൾ തന്റെ മുന്നിലുള്ള എല്ലാ മൃഗങ്ങളെയും പിടിക്കാൻ നോക്കാറില്ല. അത് ഒരു ഇരയെ മാത്രം ലക്ഷ്യം വെക്കുന്നു. ആ ശ്രദ്ധയാണ് സിംഹത്തെ കാട്ടിലെ രാജാവാക്കുന്നത്. അതുപോലെ നമ്മുടെ ഊർജം 100 ദിശകളിലേക്ക് വിഭജിച്ച് നൽകാതെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുക. ജീവിതം ലളിതമാകുമ്പോൾ തിരക്ക് താനെ കുറയുകയും ജീവിതത്തിൽ വ്യക്തത നിറയുകയും ചെയ്യും. കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്യുക, പക്ഷേ അവ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുക. തിരക്കെന്നത് പലപ്പോഴും നമുക്ക് ചുറ്റും ബോധപൂർവം സൃഷ്ടിക്കുന്നൊരു ശബ്ദമാണ്. ആ ബഹളത്തിനിടയിൽ
നമ്മുടെ ആന്തരികമായ താളം നമ്മൾ കേൾക്കാതെ പോകുന്നു. ഓർക്കുക, പ്രകൃതിയിൽ ഒന്നും തന്നെ എപ്പോഴും തിരക്കിലല്ല. ഒരു പുഴ ഒഴുകുന്നത് അതിൻ്റെ താളത്തിലാണ്. ഒരു പൂവ് വിരിയുന്നത് അതിൻ്റെ സമയത്താണ്. പക്ഷെ അവയെല്ലാം കൃത്യമായ ലക്ഷ്യസ്ഥാനത്തെത്തുന്നുണ്ട്. പലപ്പോഴും മനുഷ്യൻ വേഗതയെ പുരോഗതിയായി തെറ്റിദ്ധരിക്കാറുണ്ട്. നാളെ നിങ്ങൾ ഉണരുമ്പോൾ ലോകം നിങ്ങളോട് ഓടാൻ ആവശ്യപ്പെടുന്നതിന് മുൻപ് ഒരു നിമിഷം ശാന്തമായിരിക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ഈ ഓട്ടം എങ്ങോട്ടാണ്? കാരണം ഒടുവിൽ നമ്മൾ എത്തിച്ചേരുന്ന ഇടത്തേക്കാൾ പ്രധാനം ആ യാത്രയിൽ നമ്മൾ ആരായി മാറി എന്നതാണ്. തിരക്കിനിടയിൽ സ്വയം നഷ്ടപ്പെടുത്താതിരിക്കുക. ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള ചിന്തകളും വിശകലനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദ തിങ്കിംഗ് മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായി ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്.